കോട്ടയം കുമാരനല്ലൂർ ദേവിയുടെ കഥ കേൾക്കാം. മുമ്പൊരു കാലത്ത് ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിൽ ദേവി വാണരുളുന്ന സ്ഥലം തിങ്കൾക്കാട് എന്ന നാമത്തിൽ രാജാവായ ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹം വൈക്കത്തിനടുത്ത് ഉദയനപുരം എന്ന സ്ഥലത്ത് ദേവിയുടെ അമ്പല നിർമ്മാണ ഒരുക്കങ്ങളിലായിരുന്നപ്പോൾ തിങ്കൾക്കാടിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം പണിയാൻ തുടങ്ങി. രാജാവിന് സുബ്രഹ്മണ്യ ക്ഷേത്ര നിർമ്മാണ അവസാന ഘട്ടത്തിൽ തൻ്റെ രാജ്യത്തിലെ മധുരയിലുള്ള മീനാക്ഷി അമ്മയുടെ വിഗ്രഹത്തിൽ നിന്നും മൂക്കുത്തി കാണാതായി എന്ന വിവരം ലഭിച്ചു. തെല്ലൊന്നും ചിന്തിക്കാതെ ആ കുറ്റം അമ്പലത്തിലെ ശാന്തിക്കാരൻ്റെ മേൽ ചുമത്തി. ശാന്തിക്കാരൻ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാവർത്തിച്ച് പറഞ്ഞിട്ടും രാജാവ് വിശ്വസിച്ചില്ല. താങ്കളുടെ അറിവോടുകൂടിയല്ലാതെ വിഗ്രഹത്തിലെ മൂക്കുത്തി നഷ്ടപ്പെടില്ല. 41 ദിവസം സമയം തരാം. അത് എടുത്തതുപോലെ തിരിച്ചു വെക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് രാജാവ് ശാന്തിക്കാരനോട് പറഞ്ഞു. ദേവിയോട് കരഞ്ഞഭ്യർത്ഥിച്ച ശാന്തിക്കാരൻ 40 ദിവസം കഴിച്ചുകൂട്ടി. 40-ാം ദിവസം രാത്രി മീനാക്ഷി അമ്പല നടയിൽ വിഷമിച്ചുറങ്ങിപ്പോയി. ഏറെ വൈകിയപ്പോൾ ശാന്തിക്കാരനെ ഏതോ ഒരു സ്ത്രീ വിളിച്ചുണർത്തുന്ന പോലെയും മധുരയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ഉപദേശിക്കുന്ന പോലെയും തോന്നി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കാവൽ നിൽക്കുന്ന ഭടന്മാരെ കടന്ന് അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഓടി. അന്ന് കർത്തവായിട്ടും കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ആ പ്രകാശം പിന്തുടർന്ന് ഏറെ നടന്ന ശാന്തിക്കാരൻ ഒരമ്പല നടയിലെത്തിയപ്പോൾ അവിടെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എണീറ്റപ്പോൾ ശാന്തിക്കാരൻ അത്ഭുതപ്പെട്ടു. താൻ ഒരുപാട് ദൂരം കടന്ന് ചേരമാൻ പണിയിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എങ്ങനെ എത്തി എന്നോർത്ത്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കുന്ന ദിനമായിരുന്നു അന്ന്. പൂജാവിധികൾ നടക്കുന്ന സമയത്ത് എല്ലാവരും നോക്കി നിൽക്കെ ശാന്തിക്കാരൻ തലേ ദിവസം കണ്ട ആ പ്രകാശം അമ്പലത്തിലെ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് കണ്ടു. ഒപ്പം ഒരു അശരീരിയും കേട്ടു, കുമരൻ അല്ല ഊരിൽ എന്ന്. അതോടെ ആ സ്ഥലം കുമാരനല്ലൂർ എന്നായി. ശാന്തിക്കാരൻ രാജാവിനോട് തനിക്ക് ദേവീരൂപം ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നറിയിച്ചു. അങ്ങനെ അവിടം ദേവിയുടെ അമ്പലമായി മാറി. പക്ഷേ രാജാവിന് ശാന്തിക്കാരൻ പറഞ്ഞതിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താൻ രാജാവ് കൽപ്പിച്ചു. ശാന്തിക്കാരൻ തന്നെ തൊട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ അഭ്യർത്ഥിച്ചു. രാജാവ് കണ്ടത് മധുര മീനാക്ഷി അമ്മയാണ്. അതോടെ രാജാവ് പ്രതിഷ്ഠിക്കാനിരുന്ന സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹം ദേവിക്കായി പണി കഴിപ്പിച്ച് ഉദയനപുരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ചെന്നു. അവിടെ പൂജ നടത്തി തിരിച്ച് തിങ്കൾക്കാട് വരുന്ന നേരം വഴിയിൽ മൂടൽമഞ്ഞ് വീണ് മാർഗം കാണാതെയായി. ഒപ്പം സഞ്ചരിച്ച മന്ത്രി അത് ദേവീലീലയാണ് എന്ന് ഓർമ്മിപ്പിച്ചു അത്രേ. രാജാവ് ഉടൻ ഈ തടസ്സം മാറി മാർഗം തെളിഞ്ഞാൽ തിങ്കൾക്കാടിലെ രാജ്യവസ്തുക്കൾ ദേവിക്ക് നൽകാം എന്നും പറഞ്ഞ് 3 വട്ടം വെള്ളം നിലത്തൊഴിച്ചു എന്നും ആ സമയം ഒരു സ്ത്രീയുടെ കൈ അത് ഏറ്റുവാങ്ങുന്നതായി രാജാവിന് അനുഭവപ്പെട്ടു എന്നും പറയപ്പെടുന്നു. അതോടെ ആ സ്ഥലം മഞ്ഞൂരെന്നും പിന്നും ലോപിച്ച് മാഞ്ഞൂർ എന്നും അറിയപ്പെട്ടു. രാജാവ് കുമാരനല്ലൂർ ക്ഷേത്രം വേഗത്തിൽ പണി കഴിപ്പിച്ചു. പ്രതിഷ്ഠാദിനം ഉദയനപുരത്തിൽ നിന്നും
വരാനിരുന്ന ദേവീ വിഗ്രഹം നിശ്ചിത സമയത്തെത്തില്ല എന്നറിഞ്ഞ് ദുഃഖിതനായി കിടന്നപ്പോൾ ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കൊണ്ടുവരാനിരിക്കുന്ന വിഗ്രഹത്തെക്കാട്ടിലും ഉചിതമായൊരു വിഗ്രഹം കുമാരനല്ലൂരിൽ നിന്നും അല്പം വടക്ക് കിഴക്ക് മാറി വേദഗിരി എന്ന സ്ഥലത്ത് ജലസ്രോതസ്സിൽ കിടപ്പുണ്ട്, അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ മതി എന്നറിയിച്ചു. താൻ കണ്ട സ്വപ്നം സത്യമാണോ എന്നറിയാൻ രാജാവ് സേവകർക്കൊപ്പം വേദഗിരി ചെന്നു. കാടായി കിടന്ന ആ സ്ഥലം വൃത്തിയാക്കി നോക്കിയപ്പോൾ ഒരു കിണറും കണ്ടു. തൻ്റെ സേവകൻ അതിനുള്ളിൽ ഇറങ്ങി തപ്പിയപ്പോൾ അഞ്ജനശിലയിൽ നിർമ്മിച്ച ലക്ഷണങ്ങളൊത്ത് കേടുപാടുകൾ ഇല്ലാത്തൊരു ദേവീ വിഗ്രഹം കണ്ടുകിട്ടി. 4 കൈകളോടുകൂടി ശംഖും ചക്രവും ഏന്തി അഭയ വരദ മുദ്രകളോടുകൂടിയ വിഗ്രഹം ആഘോഷപൂർവം കുമാരനല്ലൂർ എത്തിച്ചു. പ്രതിഷ്ഠാ സമയമായപ്പോൾ അതിനു മുന്നേ ആ പ്രദേശത്ത് മുൻപാരും കണ്ടിട്ടില്ലാത്ത അതിഗാംഭീര്യമുള്ള ഒരു സന്യാസി എത്തിയെന്നും അദ്ദേഹം പ്രതിഷ്ഠ നടത്തി മറഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു. ആ സന്യാസി പരശുരാമനാണെന്നും അദ്ദേഹം മുൻപ് നിർമ്മിച്ച് പൂജിച്ച വിഗ്രഹമായിരുന്നു അത് എന്നാണ് വിശ്വാസം. മധുരയിൽ നിന്നും വന്ന ശാന്തിക്കാരനെ അവിടുത്തെ ശാന്തിക്കാരനാക്കി. ഇന്നും ആ വംശത്തിൽപ്പെട്ടവരാണ് ഇവിടെ പൂജിക്കുന്നത്. അവരുടെ ഇല്ലം മധുരയില്ലം എന്ന് ഇന്നും അറിയപ്പെടുന്നുണ്ട്. ശ്രീചക്ര മാതൃകയിലാണ് 4 അമ്പലവും ശ്രീകോവിലും സംയോജിപ്പിച്ച് പണിതിട്ടുള്ളത്. ശ്രീചക്ര മാതൃകയിൽ ഒരു ചക്രം പിടിയോടെ അമ്മ വലത് കൈയിൽ ധരിച്ചിരിക്കുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക ഉത്സവമാണ് അമ്മയ്ക്ക് വിശേഷം. കാർത്തിക നാളിൽ മീനച്ചൽ ആറാട്ട് കഴിഞ്ഞു വരുന്ന അമ്മയെ കാണാൻ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പരമേശ്വരൻ മതിലിനടുത്ത് കാത്തു നിൽക്കും എന്നാണ് വിശ്വാസം. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ദേവി കാർത്യായനി സർവൈശ്വര്യപ്രദായിനിയായി പഞ്ചസ്വരൂപിണി ഭാവങ്ങളിലാണ് വാണരുളുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ സരസ്വതിയായും രാവിലെ ലക്ഷ്മിയായും പന്തീരടി പൂജയ്ക്ക് പാർവതിയായും ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് വനദുർഗയായും ദർശനം നൽകുന്നു.